ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷൂസ് ഇല്ലാത്തത് കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ദുഃഖം മാറിയത് കാലുകളില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്നതാണ് സത്യം. പക്ഷേ അതാരും തിരിച്ചറിയുന്നില്ല. കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ദുഃഖിക്കുന്നു. അനുഗ്രഹങ്ങൾ തിരിച്ചറിയാറുമില്ല. ചിലരുടെയൊക്കെ കുറവുകൾ പലപ്പോഴും അനുഗ്രഹമായേക്കാം. കാരണം അവരുടെയൊക്കെ സാന്നിധ്യം പലർക്കും സന്തോഷം നൽകുന്നതായിരിക്കും. കുറവുകൾ എങ്ങനെ ബ്ലെസ്സിങ് ആകും? അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കൃഷിക്കാരൻ ദിവസവും രാവിലെ 2 മൺകുടങ്ങളുമായി വെള്ളം ശേഖരിക്കാൻ പോകുമായിരുന്നു. അതിൽ ഒരു കുടം കുറച്ചു പൊട്ടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഒരു കുടത്തിൽ പകുതി ജലം മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ. ആ കൃഷിക്കാരൻ പൊട്ടിപ്പോയ കുടം ഉപേക്ഷിച്ചിരുന്നില്ല. ദിവസവും ആ 2 കുടങ്ങളുമായി തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ കൃഷിക്കാരന്റെ അധ്വാനം താൻ കാരണം പാഴായി പോകുന്നല്ലോ എന്ന ദുഃഖത്താൽ പൊട്ടിയ കുടം ഒരു ദിവസം കൃഷിക്കാരനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു തകർന്ന കുടമാണ്. വർഷങ്ങളായി താങ്കളുടെ അധ്വാനം പാഴാകുന്നു. ശേഖരിക്കുന്ന ജലത്തിന്റെ പകുതിയും എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റേ കുടം തകർന്നതല്ല. ഒരു തുള്ളി ജലം പോലും അതിൽ നിന്നും പാഴാകുന്നില്ല. ഒരു പൊട്ടിയ കുടമായതിനാൽ താങ്കൾ എന്നെ ഉപേക്ഷിച്ചേക്കൂ. തന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന തോന്നലിൽ പൊട്ടിയ കുടം പറഞ്ഞ വാക്കുകൾ കൃഷിക്കാരൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പൊട്ടിയ കുടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ എൻ്റെ ചുമലിൽ താങ്ങിയിരുന്നത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം തകർന്നു എന്ന് നീ കരുതുന്ന നിന്റെ കുറവ് എങ്ങനെ മൂല്യമുള്ളതായി മാറിയെന്ന്. നിന്നെ ചുമക്കുന്ന ഭാഗത്തെ ഈ വഴികളിൽ ഞാൻ മനോഹരമായ ചെടികളുടെ വിത്തുകൾ വിതറിയിരുന്നു. നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ജലത്താൽ ആ ചെടികൾ വളർന്നു പുഷ്പിച്ചു. ഈ കാണുന്ന മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടായത് തകർന്നുപോയ നിന്നിൽ നിന്നും ഊർന്നിറങ്ങിയ ജലം കൊണ്ടാണ്. ഈ പുഷ്പങ്ങളുടെ ഭംഗി അനേകായിരം പേരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്നതാണ്. ചുറ്റിലും പ്രകാശം പരത്താൻ, സന്തോഷം നൽകാൻ ഒരു വ്യക്തിക്ക് പൂർണ്ണത വേണമെന്നില്ല. സ്വയം തകർന്നുപോയി എന്ന് കരുതുന്നവർക്കും കുറവുകളുണ്ടെന്ന് ചിന്തിക്കുന്നവർക്കും ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞവർക്കും പലരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്താൻ കഴിയും. കുറവുകളും കുറ്റങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇവയൊക്കെ തന്നെയാണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. പൂർണ്ണത നിറഞ്ഞവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാം തികഞ്ഞവരെന്ന് പലരും അഭിനയിക്കാറുണ്ട്. എന്നാൽ അഭിനയിക്കാൻ അറിയാത്ത നന്മയുള്ള മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാട്ടാൻ ആളുണ്ടാകും. നിങ്ങളുടെ കുറവുകൾ പലപ്പോഴും നിങ്ങൾക്കുള്ള അനുഗ്രഹമായിരിക്കാം. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ സാന്നിധ്യവും പലർക്കും സന്തോഷം നൽകുന്നുണ്ടാകും. പൂർണ്ണരെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തിക്ക് നൽകാൻ കഴിയാത്ത സന്തോഷം പലപ്പോഴും ഒരു തകർന്ന മനസ്സിനുടമയ്ക്ക് അല്ലെങ്കിൽ കുറവുകളുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും. സോ ബി ഹാപ്പി ഓൾവേസ്.